Hello friends, I am Dr. Soumya Ajin. In this video, എങ്ങനെ നമുക്കൊരു പെർഫെക്റ്റ് നൈറ്റ് സ്റ്റഡി ഷെഡ്യൂൾ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ്. പലപ്പോഴും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം രാവിലെയാണ്. പക്ഷെ നമ്മുടെ സമയക്കുറവ് കൊണ്ട് കൂടുതൽ പേരും വൈകുന്നേരം ആയിരിക്കും പഠിക്കുന്നത്. വൈകുന്നേരം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ വന്ന ഒരു 6 മണി തൊട്ട് പഠിക്കാനിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 7 മണി 8 മണി തൊട്ട് പഠിക്കുന്നതല്ല. 6 മണി തൊട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 മണിക്കൂർ നല്ല വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ സമയം നമുക്ക് TV മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തോന്നുകയും പെട്ടെന്ന് ഉറക്കം വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എത്ര നേരത്തെ വൈകുന്നേരം തുടങ്ങാമോ അത്രയും നേരത്തെ നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു 5 മണിക്ക് വീട്ടിലെത്തുന്ന വ്യക്തിയാണെങ്കിൽ 5 മണിക്ക് വന്ന ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുക. ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെയും പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നതാണ്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാം. അതിനുശേഷം നിങ്ങളൊരു 6 മണിക്ക് പഠിക്കാനിരിക്കാം. 6 മണിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. കാരണം ഈവനിങ് സമയത്ത് നമുക്ക് ഫോൺ കൂടുതൽ യൂസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പൊ 6 മണിക്ക് പഠിക്കാനിരുന്ന ശേഷം നിങ്ങൾക്ക് ഒരു 6:30 വരെ അന്നത്തെ വൈകുന്നേരം എന്തൊക്കെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കാം. 6 തൊട്ട് 7 മണി വരെ പല വീടുകളും പ്രാർത്ഥനയുടെ സമയമായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, മൈൻഡ് റിലാക്സ് ആവാനും കോൺസെൻട്രേഷൻ കിട്ടാനും ഒക്കെ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അതിനുശേഷം 7 മണിക്ക് വീണ്ടും പഠിക്കാനിരിക്കുക. 7 മണിക്ക് പഠിക്കാനിരിക്കുമ്പോൾ ടിവിയുടെ സൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതില്ലാത്തൊരു റൂമിൽ പോയിരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ള വ്യക്തമായ ആഗ്രഹത്തോടു കൂടി ഒന്ന് മാറിയിരിക്കുക. അതിനുശേഷം 7 മണി തൊട്ട് ഒരു 8:30 വരെ 1.5 മണിക്കൂറൊക്കെ നമുക്ക് സാധാരണ കണ്ടിന്യൂസ് പഠിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ വൃതിചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പല ചിന്തകളിലേക്ക് അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് 1.5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 8:30 വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ച ശേഷം 8:30 തൊട്ട് 9 മണി വരെ ഫുഡിന് വേണ്ടിയിട്ട് ജസ്റ്റ് വീണ്ടും ഫോണൊക്കെ എടുത്തുനിന്ന് ഫോൺ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുക. 9 മണിയാകുമ്പം കൃത്യമായിട്ട് ഫോൺ വീണ്ടും ഓഫ് ചെയ്യുക. അതിനുശേഷം അടുത്ത സബ്ജക്റ്റ് പഠിക്കാനായിട്ട് എടുക്കുക. ഇതൊരു ഫുഡ് കഴിച്ച ശേഷം പഠിക്കാനിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാനെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കാനെടുക്കുക. അപ്പോൾ നമുക്ക് അധികം ഉറക്കം വരില്ല. അത് ഒരു 9 മണി തൊട്ട് നിങ്ങൾ ഒരു 10:30 വരെ പഠിക്കാവുന്നതാണ്. 10:30ക്ക് വീണ്ടും നിങ്ങൾ അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആകുക. അതിന് ജസ്റ്റ് ഒന്ന് ദേഹം കഴുകാം, അതല്ലെങ്കിൽ വീട്ടുകാർക്ക് സംസാരിക്കാം, ഒന്ന് പുറത്തിറങ്ങി നടക്കാം. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഒരു 11 മണി തൊട്ട് 12:30 വരെ വീണ്ടും അടുത്ത സബ്ജക്റ്റ് പഠിക്കുക. 12:30 ആകുമ്പോഴത്തേക്ക് പലർക്കും വീണ്ടും ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉറങ്ങുക. 12:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുക. കാരണം ഒരുപാട് നേരം ഉറക്കം ഉളച്ചിരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉറക്കം ഉളച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മൈഗ്രെയിൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരം കൂടെ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 1:30 വരെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നൈറ്റ് സ്റ്റഡി ഷെഡ്യൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കുറേ സമയം പഠിക്കാനായിട്ട് കിട്ടും. പക്ഷേ നമുക്ക് ഓർമ്മശക്തിക്കും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ പഠിക്കാൻ പറ്റുന്നത് രാവിലെയാണ്. പ്രത്യേകിച്ച് ഒരു 4 മണി തൊട്ട് പഠിക്കുന്നതാണ് നല്ലത്. പക്ഷെ സമയമില്ലാത്തവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, രാത്രി പഠിക്കാനേ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ടിരിക്കുക. തല കഴുകാൻ പാടില്ല, കാരണം ഫീവർ അല്ലെങ്കിൽ തുമ്മൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ദേഹമൊക്കെ കഴുകിയ ശേഷം പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ 8 മണിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് പിന്നെയും വിശപ്പ് വരും. അപ്പോൾ നട്ട്സോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ ജ്യൂസ് ഐറ്റംസ്, അതല്ലെങ്കിൽ ചൂടുള്ള പാനീയങ്ങൾ കഴിക്കാം. എന്താണെങ്കിൽ തന്നെയും ബോഡിക്ക് ഓവറായിട്ട് ഡൈജഷൻ നൽകുന്ന ഫുഡൊന്നും കഴിക്കാതെ ലൈറ്റ് ഫുഡുകൾ കഴിച്ചുകൊണ്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു നൈറ്റ് സ്റ്റഡി ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.